എവിടേക്കാണ്? എന്താ നോക്ക്, എന്റെ ടിവിയുടെ സൗണ്ട് ഉറക്കി നോക്കട്ടെ. ആന വന്നു നിന്നാ അറിയോ? ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇതാണ്ടോ, ഭയങ്കര കാടായിട്ടോ. എന്തൊരു കാടാ. നല്ല രസമായില്ലേ വഴി? ഇപ്പൊ നമ്മുടെ വഴി അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കാണുമ്പോ നോക്കിയൊക്കെ എന്ത് ഭംഗിയല്ലേ. ചില കൂട്ടുകാർ ചോദിക്കാറില്ലേ എൻ്റെ അടുത്ത്, നിങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ട് വീടുകളില്ലേന്ന്. ഇവിടുന്ന് അങ്ങോട്ട് 3-4 ഏക്കർ റബ്ബർ തോടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഒരു വീടുള്ളൂ. എന്ത് രസാ വെച്ചിട്ടാ. നമുക്കില്ലേ വടംവലിയൊക്കെ കളിക്കാച്ച, വടംവലിക്കൊക്കെ പറ്റിയ സ്ഥലല്ലേ. അങ്ങോട്ട് പോയി നോക്കിയാലോന്ന്. എന്തിന്? എന്താ അവിടെ? ആർക്കപ്പതില് പനി? കാണാനത്ര അവിടെ കണ്ടിട്ടുണ്ടപ്പോ അവിടെ. എന്നാ വായട്ടാ നമുക്ക് കാണിച്ചു. നിങ്ങളില്ലാന്നോ? പാലയുടെ അവിടെ ഒരു സാധനം ഉണ്ട്, കാണിച്ചു തരാം. വരും. ഞാനൊന്നുമില്ല. വായട്ടാ. ഞാനില്ല. വായേ. വേറെ തിരക്കുണ്ട്. വാ, ഞങ്ങള് നിങ്ങളെ ഒന്തിക്കൊണ്ടുവാ. വാ എന്താ പൊന്നുച്ച, ഈ എന്താ വരില്ല? എന്താ അച്ഛനെ കൈ എവിടെ ഇരിക്കും നോക്കിയൊക്കെ. അച്ഛനെ കൈ നമ്മടെ തോളില്. അവിടത്തെ പൊന്നുച്ച മുമ്പിൽ ഓടുന്നു. എവിടേക്ക് മുമ്പിൽ ഓടുന്നു? സിന്ദൂരാര വെട്ടി. ആരക്കറിയാ സിന്ദൂരം വെട്ടിക്ക് നോക്കിയൊക്കെ. അതാണ് ഇന്നാള് മിഷ്യന്റെ സൗണ്ട് ഒക്കെ കേട്ടിരുന്നില്ലേ. ഞാൻ എന്തിനാ വരാൻ പറഞ്ഞെന്നറിയോ? ഇവിടെ ഒരു മുളകും തൈ ഉണ്ടായിരുന്നു, ആ മുളകും തൈ എടുക്കാൻ. പൊന്നേ, എന്താണ് ഓണപ്പൂ ഉണ്ടോ? ഓണപ്പൂ നോക്കണ്ടേ? വാ. ഓണപ്പൂ നോക്കണ്ടേ? ഇന്ന് പോയി നോക്കിട്ട് വാ. മഞ്ഞപ്പൂവ് ഉണ്ട് കേട്ടോ. അത് ഏട്ടൻ പറഞ്ഞത് നന്നായുള്ളൂ. ഇവിടെ മഞ്ഞപ്പൂവ് ഉണ്ടാവും, ഓണപ്പൂവ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ഓണപ്പൂവിന് തെരഞ്ഞു വന്നിട്ടേ ഇല്ല. ഇല്ലേ പൊന്നാ? കൈ പിച്ചട്ടെ. ചെരുപ്പില്ല. ചെരുപ്പ് കിട്ടാണ്ടോ? എവിടെ ചെരുപ്പ് പോയി? ഓണപ്പൂ ഉണ്ടായിരുന്ന ചെടി ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഓണപ്പൂ ഉണ്ടാവണ ചെടിയാണിത്. ചെടിയല്ല, വള്ളി. ഇതാണ്ടോ, ഓണ സമയമാകുമ്പോ ഇതിലൊരു ലൈറ്റ് ഒരു വയലറ്റ് പോലത്തെ ഒരു പൂവുണ്ടാവും. ഒറ്റൊന്നില്ല. ഇനി അതന്നെ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം ഓണം ഫസ്റ്റ് അല്ലേ വന്നത്, അതും കൊണ്ടാണ് കേട്ടോ. മറ്റേത് ഞങ്ങളില്ലേ രാവിലെ രാവിലെ തറയിൽ ചാണകം മെഴുകിയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ഓണപ്പൂ പറിച്ചിട്ട് പോകും. പക്ഷെ ഇപ്രാവശ്യം ഒന്നും കാണല്ല. മഞ്ഞപ്പൂവ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളും മഞ്ഞപ്പൂവായിരുന്നു. നല്ല, നമ്മുടെ ഒരു വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നാണ് അല്ലേ ഏട്ടാ അത്. ഇപ്പൊ മഞ്ഞപ്പൂ വെള്ളപ്പൂ ഒന്നും കാണല്ലോ. നോക്കട്ടെ. മഞ്ഞപ്പൂണ്ടേ. അത് പോയിട്ടില്ലേ? അത് പോയിട്ടില്ലേ? മഞ്ഞപ്പൂ ഇതാണ്ടോ. മഞ്ഞപ്പൂവ് ഇതാണ്ടോ. പറിച്ചിട്ട് പോയാലോ? രാവിലെ പറിക്കാലോ. ഫ്രിഡ്ജിൽ വെച്ചാ മതിയല്ലേ? രാവിലെ രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ വരാൻ പറഞ്ഞാൽ മതി. പറിച്ച കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോഴേ കിട്ടില്ല കേട്ടോ. വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് രാവിലെ നേരത്തെ ഏട്ടൻ പറയുന്ന പോലെയല്ലേ, വരൽബ് നടക്കില്ല. ഇത് പറിച്ച പൊന്നാ പൂവ്. മൊത്തം പൊറിക്കണം. ഈ കാട് കാണുമ്പോഴേ കൂട്ടുകാർക്ക് ചിലപ്പോ കാണുമ്പോ പേടിയാവൂലേ. നമ്മക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇത് കൂടി ഉണ്ട്. മതി, നിനക്കും കിട്ടിയ ബാ പൂവമ്മ. അത് മതി. ഇവിടെ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 മാസം കഴിഞ്ഞൂലമ്മ. ഞാനിപ്പോ ചായ വെച്ചിട്ട് വിളിക്കും പറഞ്ഞു ഇവിടെ കാത്തിരിക്കത് കൊടുത്തേക്ക് ഓർമ്മയില്ലേ. പിന്നെ ഓർമ്മ വന്നിട്ട് അവിടെ വന്ന് നോക്കുമ്പോ ചായ വെക്കണേ. ഞാന് അമ്മ ചായ വെച്ചിട്ട് വിളിക്കും പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിക്ക. ഗ്യാസ് കൊണ്ടുവന്ന് ചായ കൊണ്ടുവന്നിട്ട് വിളിക്കും പറഞ്ഞിട്ട് എണ്ണക്കടി കൊണ്ടുവന്നിട്ട് കേട്ടോ. വേണ്ടോ അമ്മ വെച്ചോ കടി?
ചായ വേണ്ടല്ലേ? ബാക്കിയോടെ പോയി. എന്താ ഉണ്ടേ കുഞ്ഞന് ഒരു പഴംപൊരി എടുത്തേക്കണം. അമ്മുട്ടി എവിടെ? അമ്മ ഉറങ്ങ? അമ്മ വന്നിട്ടില്ലേ പരീക്ഷ കഴിഞ്ഞിട്ടില്ലേ? അമ്മൂട്ടിക്കുള്ള പരിപ്പോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ചായപ്പൊടി അതാ 1/2 കിലോനെ കൊണ്ടുവന്ന് വെച്ചേക്കണ്. അവിടെ ഒരു പാത്രത്തിൽ വെക്കണം. എപ്പോഴെങ്കിലും അത് വലുതോടെ എന്താ അവിടെ ഇടയ്ക്ക് കട്ടൻ വെച്ച് കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ കൊറിയറിന് മാത്രം വന്ന് ചെലവാലോചിച്ച് നോക്കിയില്ലേ? എങ്ങനെയാണ് സാധാരണ ചെറിയ കച്ചവടക്കാരൊക്കെ കച്ചവടം ചെയ്യും? ഇങ്ങനെ ഓൺലൈനിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ ഇന്ന് കിട്ടുന്നത്? നമ്മുടെ അത്രയൊക്കെ രാത്രിയും പകലും കഷ്ടപ്പെട്ടിട്ട് 10 രൂപ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക കംപ്ലീറ്റും പോസ്റ്റ് ഓഫീസുകാർ കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കി കിട്ടിയതവരെ എന്താ 10 രൂപ കൈ കിട്ടുന്ന കംപ്ലീറ്റ് അവിടെ കൊണ്ടുപോയി ചെലവായി. തുടക്കല്ലേട്ടാ. അല്ല എന്നാലും കൊറിയർ ഫ്രീ നമ്മള് കൊറിയറിന് പൈസ നമ്മൾ എടുക്കുന്നേ. പക്ഷെ എന്നാലും രാത്രിയും പോയാലും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു. 10 രൂപ കൈ കിട്ടുകയും ചെയ്തില്ല, കിട്ടിയത് കംപ്ലീറ്റും പോസ്റ്റ് ഓഫീസുകാർ കൊണ്ടുപോകും ചെയ്ത് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനപ്പോൾ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു തുണി നമ്മൾ 500 ഗ്രാം 1/2 കിലോന്റെ മുകളിലാണോ എന്ന് വെച്ചാൽ 91 രൂപയാണ് കേട്ടോ നമുക്ക് കൊറിയർ ചാർജ് വരിക. അത് ഓരോ സ്ഥലത്തേക്ക് ഇത് 120 150 രൂപയൊക്കെ ചിലപ്പോൾ നമുക്ക് വരാറുണ്ട്. അതിപ്പോൾ എന്താ വെച്ചാൽ നമുക്കും അറിയില്ലല്ലോ. ഇപ്പോഴാണ് ഞങ്ങൾ അവരൊക്കെ അപേക്ഷ കൊടുത്തിട്ട് കുറേ ദിവസമായി. അവരിന്ന് അനിയേട്ടനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അമ്മ അത് ശരിയാക്കി തന്നതേ. എന്താ നോക്കണം, അവര് ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അല്ല എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 10 രൂപ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞു വെച്ചാലും ആരും വാങ്ങിയവരാരും അതിനൊരു മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഫോൺ വിളിച്ചിട്ടും കഷ്ടപ്പെട്ടവർക്കൊന്നും കാര്യമില്ല. അത് സാരല്ല, ഫസ്റ്റ് എല്ലാറ്റിലും നമ്മൾ ലാഭം മാത്രം ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ലാഭത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ലാഭം ഒന്നും ഉദ്ദേശിച്ചല്ലല്ലോ നമ്മളൊരു കാര്യം. പക്ഷെ രാത്രി പോലെ കഷ്ടപ്പെട്ട കംപ്ലീറ്റ് പോസ്റ്റ് ഓഫീസർ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഒരു നഷ്ടം, അങ്ങനെ ഒരു വിഷമം. നഷ്ടമല്ല, അതൊരു വിഷമം. അതിപ്പോ എങ്ങനെ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. നമ്മൾ അന്ന് ഓർണമെന്റ്സിന്റെ തുടങ്ങുന്ന സമയത്ത് അന്ന് 30 രൂപ 40 രൂപ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിനിടയ്ക്ക് കൂട്ടിയതാ. നമ്മള് തുടങ്ങലും ഇത് കൂട്ടലൊപ്പായിരുന്നു നമ്മുടെ. അല്ലെങ്കിൽ അല്ല ഞാൻ എന്താ പറയുന്നത്, അതിനെ ഈ ഓൺലൈനിൽ ഇങ്ങനെ ചെറുകിട ചെയ്യുന്നവരൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇപ്പൊ നമ്മളോട് ഒന്നും കിട്ടില്ല. ഇപ്പൊ നമ്മളോടൊക്കെ കുറെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ അത് എടുത്തുതരാന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറഞ്ഞു വെച്ചാല് അത് നിങ്ങൾക്കും നഷ്ടാവും ഞങ്ങൾക്കും നഷ്ടാവും, 2 കൂട്ടർക്കും നഷ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാട് ബാക്കിയാവും. അപ്പൊ അതാണ് കേട്ടോ അതിലേക്കൊന്നും നമ്മൾ നിൽക്കാത്തത്. നമ്മൾ തേടി കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് തൃപ്തി ഉണ്ടാവില്ലമ്മ. അല്ല അതിപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമമൊന്നുമില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു. നല്ല ക്വാളിറ്റി ആയിട്ട് കുറച്ച് മില്ലുകൾ പരിചയപ്പെടാൻ പറ്റി, സ്ഥലങ്ങൾ കിട്ടി, അവരായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റി, നല്ല കുറെ ബന്ധങ്ങൾ കിട്ടി കുറെ. ഇന്നിപ്പോ അശ്വതി പറഞ്ഞിട്ടൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് സാരി കിട്ടിയിട്ടോ. പക്ഷെ അത് ഞാൻ എന്താണെന്നറിയോ, വോയിസ് ഇടാത്തതിനേക്കാളും ചേച്ചിയുടെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ ചേച്ചിക്ക് ഉണ്ടാവില്ല ഒരു സന്തോഷം, അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം വീഡിയോയിൽ കാണേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സാരിയാണ്, ഒതുങ്ങി കിടക്കണുണ്ട്. നമ്മൾ അതാണ് ചിന്തിച്ചുള്ളൂ. നമ്മളതന്നെ അന്വേഷിച്ച് നടന്നതേ, അത് അങ്ങനെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച്. അല്ലെങ്കിൽ വില കുറച്ച് സാരി കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഹോൾസെയിൽ ലോക്കൽ കടകളുണ്ട്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വില കുറച്ചുള്ള സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് എറിഞ്ഞതിന്റെ ഇരട്ടി സ്പീഡിൽ ഇങ്ങോട്ട് വരും. അതല്ല, ഇന്നിപ്പോ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട സാരികളില്ലേ, അതൊക്കെ അമ്മമാർക്ക് വേണ്ടി നമ്മൾ എടുത്തതാട്ടോ. നമ്മളെല്ലാവരെയും കണക്കൂട്ടിയിട്ടാണ് നമ്മൾ തുണി എടുത്തത്. അപ്പൊ അതിൽ കുറേ പേർക്ക് ഭയങ്കര വിഷമം, ചേച്ചി എന്താ ചുരിദാർ എടുക്കാന്, എന്താ ഇതെടുക്കാൻ. ഞാനിതൊന്ന് ശരിയാവട്ടെ പൊന്ന 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 പൊന്ന. നമുക്ക് അങ്ങനെയൊന്നും എടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മളിത് ഏറ്റവും വില കുറച്ച രീതിക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളതിൽ കൊറിയർ ചാർജും നമ്മൾ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞത് ഇത് വെറുതെ നമ്മളിതിൽ ഓടണമെന്ന് മാത്രമല്ലോ. കാരണം തുടക്കല്ലേ, നമുക്ക് തുടക്കത്തിലൊരു ഇത് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളികൾ കളിക്കുകയാണ് ഇതൊക്കെ. പക്ഷേ സമപ്പെടുത്തപ്പെട്ട രീതിക്ക് നമ്മൾ കളിക്കുന്നത് കാര്യമൊന്നുമില്ലാതെ കളികളാണ്. നമ്മൾ ചില സാരികളൊക്കെ 650 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഒരു സാരിയുടെ റേറ്റ് പറയുന്നത് 650 രൂപയ്ക്ക് കൊടുക്കണ ആ സാരി എന്താ അമ്മമാർക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പറയുമ്പോൾ ഈ 92 രൂപയുടെ മുകളിൽ
നമുക്ക് കൊറിയർ ചാർജ്, പാക്കിംഗ് ചാർജ് ഒരു കണക്ക് കൂട്ടി വെക്കൂ. ഒരു കൊറിയർ 100 ചാർജ്, രൂപയുടെ പാക്കിംഗ് ചാർജ്, സാധനം കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കളക്ട് യാത്രാ ചെയ്യാൻ ചെലവ് ഒക്കെ ഇതൊക്കെ കണക്ക് കൂട്ടി വെക്കൂ. അപ്പൊ നമുക്ക് അവിടെ എവിടെയാണ് അതില് എന്താ ഒരുപാട് ഇതുള്ളത്? അതിൽ എവിടെ ഇല്ല, ഒരുപാട് പറഞ്ഞ ഒന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ കുട്ടിയെ കയ്യിൽ നിന്ന് പൈസ പോയി എറിഞ്ഞാണ്. പക്ഷെ എനിക്ക് സങ്കടമില്ല കേട്ടോ, പക്ഷെ എന്റെ അതിലൊരു ആഗ്രഹം വിഷമമില്ല. നടന്നു. കാരണം എന്താ വെച്ചാല് നമ്മുടെ കുഞ്ചൂസ് ഫാമിലിയുടെ ഒരു ബ്രാൻഡ് കുഞ്ചൂസ് ഫാഷൻ അത് തുടങ്ങി, അത് എല്ലാവരുടെ മുമ്പില് ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഒരു 100-300 ആളൊക്കെ വാങ്ങിയിട്ടുണ്ടായില്ലേ? 300-ന്റെ മുകളിൽ ആൾക്കാര് നമ്മുടെ ഇന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ ഉച്ചക്ക് നോക്കിയില്ല കേട്ടോ, കുറേ നെയ്റ്റിയുടെ വീഡിയോസ് ഇട്ടിട്ട് കുറേ പേര് നെയ്റ്റി വേണം ചേച്ചി, നെയ്റ്റി വേണം ചേച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് പറയുമ്പോൾ ഈ കൊറിയർ ചാർജ് ഇത്രയാവും, ഇത്ര ചോദിക്കുമ്പോൾ നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ്, നമുക്കത് റേറ്റ് കുറച്ച് കൂട്ടിയിടാനും പറ്റുന്നില്ല. ഒരു നൈറ്റിക്കൊക്കെ എത്ര വാങ്ങാൻ പറ്റും? അപ്പോൾ അതിന് റേറ്റ് കൂട്ടിയിടാനും പറ്റില്ല, കൊറിയർ ചാർജ് ചിലവുകൾ അഡീഷണൽ വരികയും ചെയ്യുക. സുകന്യ അനുമോളുടെ കല്യാണം കഴിഞ്ഞപ്പോ സുകന്യക്ക് സങ്കടം. എൻ്റെ അപ്പോ അനുമോള് സുകന്യയുടെ പിന്നെ ആങ്ങളൊക്കെ നോക്കി വെച്ചതാണല്ലോ സങ്കടം വരാൻ കിട്ടുമ്പോ. പിന്നെ എന്തിനു നടക്കത്ര സങ്കടം വരുന്നത്? എല്ലാരും ഉച്ചക്ക് ഞാൻ ചോറുമ്പോഴില്ലേ സങ്കടം കേട്ടതോന്നു അനുമോൾ ആരെയും കൂടെ ചാടിപ്പോയതാണെന്ന്. അമ്മ നന്നായിട്ട് ഗുരുവായൂർ കല്യാണം കഴിച്ചു കൊടുത്താ എന്തിനാ നീ സങ്കടപ്പെടുന്നത്? ഉച്ചക്ക് ചോറിനുമ്പോണ്ട് ഏടത്തിയമ്മ നിങ്ങൾ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അനുമോളുടെ കല്യാണം കഴിഞ്ഞു വന്ന്. എപ്പോ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് വിശ്വാസമല്ല പറഞ്ഞപ്പോ ഞാൻ എപ്പൊ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അവള് വേഗം ഇൻസ്റ്റ തുറന്നിട്ട് അനുമോളുടെ ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചു കണ്ടോ കല്യാണം കഴിഞ്ഞു. അല്ല ചെക്കനെ കിട്ടി, എന്നിട്ട് അവൾക്ക് സങ്കടം. ആ എന്ത് നിനക്ക് നോക്കണമെന്നുണ്ടായിരുന്നു അനുമോളെ? അത്ര കാര്യല്ല. പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? അവര് നന്നായി ജീവിക്കട്ടെ അല്ലേ, നല്ല രീതിയിൽ ഒരു നിഷ്കളങ്കത ഉള്ള ഒരാളാണ് അനുമോള് അല്ലേ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കോമഡി സ്റ്റാറിലൊക്കെ നോക്കും അവര് വരുന്ന സമയത്ത്. പക്ഷെ കാണാനൊന്നും അധികം സമയം കിട്ടാറില്ല, കിട്ടുന്ന സമയത്ത്. അമ്മ അല്ലേ സുകന്യെ 2 മരുമക്കളുണ്ടായിട്ട് ചായ എപ്പോൾ കിട്ടും പറഞ്ഞിട്ടിരിക്കുക. ഞാൻ ചായ വെക്കലില്ല കേട്ടോ, വൈകുന്നേരത്തും രാവിലെ ഞാൻ ചായ വെക്കാറേ ഇല്ല ഇവിടെ. എപ്പോഴെങ്കിലും ഇവർ ആരും ഇല്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ ചായ വെക്കുള്ളൂ, അല്ലെങ്കിൽ ഇവര് ചായ വെക്കും ഞാൻ കുടിക്കും. അതാണ് കേട്ടോ എൻ്റെ പോളിസി. എന്താ വെച്ചാൽ ഈ സമയം ചായ അമ്മയും സുകന്യ അമ്മ ചായ വെക്കുമ്പോൾ ഇഞ്ചിയൊക്കെ ചതച്ചിടും. എൻ്റെ അമ്മ ചായ വെക്കുമ്പോൾ ഏലക്കായും ഗ്രാമ്പും പാടെ ചതച്ചിടും. അതിൻ്റെ ഒരു മണം വേറെ. ഇവിടെ അമ്മയെന്ന് വെച്ചാൽ ഇഞ്ചിയാണ്. ഇഞ്ചി നല്ല ഇട്ട് കഴിഞ്ഞല്ലേ പാലൊഴിച്ച് നല്ല പാലൊഴിച്ച് വെളുത്തുള്ളിയും ചെറുള്ളിയും ജീരകം ഇടും. ആര്? മസാല ചായയാണേ. വെളുത്തുള്ളിയും ചെറുള്ളിയും ജീരകം, പിന്നെന്തൊക്കെയാണ്? കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഇറച്ചി മസാല ഇട്ടിട്ടാണ് മസാല ചായക്ക്. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല അല്ലേ ഏട്ടാ? എന്താണ്? അല്ലേ ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ എനിക്കില്ലേ എൻ്റെ അടുത്ത് ഒരു സെറ്റ് മുണ്ട്, അതിൽ ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അവയ്ക്ക് അതിലെ എല്ലാ സെറ്റ് മുണ്ടും ഇഷ്ടമാണ്. അപ്പൊ എല്ലാം എടുക്കാൻ പറ്റും. നമ്പർ ഇറക്കട്ടെ നീ? അത് ശരി, എല്ലാം നമുക്ക് വേണമെന്ന് ഇപ്പൊ ഈ പറയുന്നത് പറ്റില്ല. ഓരോന്നല്ല ഒരെണ്ണം. എന്താണ് ഇനി സെറ്റ് മുണ്ട് പുറച്ച് കിടക്കാൻ നിൽക്കുക? ആര്? ഇത് ആവശ്യത്തിനൊന്നും ഉടുക്കാനുള്ളത് കണ്ടാൽ മതി. പിന്നെ എന്തിനല്ല എല്ലാതും ഓരോന്ന് വേണം. എനിക്ക് വേണം എല്ലാതും ഓരോന്ന്. നന്നായി. ആദ്യം പറഞ്ഞോളാനല്ലെന്നാ എല്ലാം നടക്കാണ്ട് തരില്ലേ? എല്ലാം നടക്കാണ്ട് തന്നായിരുന്ന എല്ലാത്തിനും ഓരോന്നല്ലേ എല്ലാം. പിന്നെ കൊറിയറിനോട് പോസ്റ്റ് ഓഫീസർക്ക് പൈസ കൊടുക്കുക ഒന്നും വേണ്ട. എടുത്തോ, ഇപ്പഴല്ലാതെ ആദ്യം ചെയ്യാറില്ലേന്ന്. എന്തിനാണ് ഗതിയെടുത്ത് ഓർക്കൊഴിക്കൊക്കെ ചെയ്തത്? അതൊക്കെ ഗവൺമെന്റോടെ കൊണ്ടുവച്ച പോരാണല്ലേ. അങ്ങനെ അല്ലേ? നോക്കിയൊക്കെ ഇങ്ങനെയൊക്കെ തുണി ഇവിടെ ഉണ്ടായിട്ടേ അനിയേട്ട് പ്രസ് ചെയ്യുന്ന നിനക്ക് എന്തെങ്കിലും വേണോ നീ എടുത്തോ. ഒരു വാക്ക് അമ്മ നിങ്ങളുടെ മകനോട് പറഞ്ഞില്ല അറിയോ? അല്ലെങ്കിൽ കണ്ണീരും കൈയായിട്ട് ഇരിക്കണത്. ഞാൻ എന്റെ പ്രത്യേകിച്ച് പറയണം, അത് കേട്ടിട്ട് വേണം നിനക്ക് അത് ബാക്കി എടുക്കാൻ പയ്യെ. അമ്മ നിങ്ങളെന്താ പറയാത്തത് പറയുമ്പോ? അല്ലെങ്കിൽ അമ്മ മകന്റെ സൈഡല്ലേ നിൽക്കുള്ളൂ അല്ലേ? എന്റെ സൈഡിൽ ഞാനൊന്നല്ല ചെയ്യണ. പിന്നെ ഇപ്പോ പൈസ ഇറക്കി വരുന്നത് അപ്പുറത്തിരിക്കുന്നുണ്ട്. അവരെത്തി വെച്ചോ. മുതലാളി ആണല്ലേ ഫോൺ നോക്കിയിരിക്കുന്നത്. തൊഴിലാളിക്ക് എടുക്കാനുള്ള വേതനം എടുക്കാനുള്ള കൂലി എടുക്കാനുള്ള അവകാശം ഉണ്ട്. കേൾക്കാത്ത പോലെ ഇരിക്കണല്ലേ ഈ സാരിയൊക്കെ കൊടുക്കേണ്ടി വരും വെച്ചിട്ട്. ഏട്ടൻ പറയണേ, ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഏട്ടൻ പറയണേ ഈ ചെന്നൈ കോട്ടൺ എടുത്തോ, അത് നല്ല രസമുണ്ട്. മദ്രാസ് ചെക്ക് എടുത്തോ, അത് നല്ല രസമുണ്ട്, അത് നിനക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു. അപ്പോ എടുക്കട്ടെ? എടുത്തോ. അമ്മയ്ക്ക് സെറ്റ് മുണ്ടൊന്നും വേണ്ടമ്മ?
ഓണല്ലേ, ഓരോന്ന് എല്ലാവർക്കും വേണം, അതെടുത്തോളൂ. അല്ലാണ്ട് സുകന്യമാര് അലമാറന്നറിയാ തുണിയെടുത്തേക്ക് എന്നിട്ട് തുണിയില്ലാന്നും പറഞ്ഞു. ഞാനില്ലേ, ഞാൻ എടുത്തു കഴിഞ്ഞാല് ഞാൻ ആർക്കെങ്കിലും കൊടുക്കൂട്ടോ തുണി. അതിന് വേണ്ടിട്ട് എടുക്കണ്ട. ആർക്കെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുത്തു വെക്കൊന്നും ചെയ്യില്ല. കുടിയിരിപ്പിന് എന്താ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നിരുന്നു. ഞാൻ കയറി താമസ സമയത്ത് നിങ്ങൾ അലമാര തുറന്നോളി, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളിയും പറഞ്ഞു. കാരണം നമ്മൾ മുക്കിൽ വെച്ചിട്ട് കേട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ കൊടുത്തിട്ട് സുന്ദരിമണികളായിട്ട് അവർ പോവും. പിന്നെ ഇന്നലെ ഒരു ഇതില് പറയണേ, അനിയേട്ടൻ്റെ അടുത്തില്ലേ കറി വെക്കണതിൻ്റെ ഒക്കെ ഓരോ കാര്യം പറയുമ്പോഴേ, എന്തിനാണ് നിങ്ങൾ അടുക്കളക്കാരിയൊക്കെ അനിയേട്ടൻ്റെ അടുത്ത് പറയുന്നത്? അത് അമ്മായിയമ്മയുടെ അടുത്തും ഇളയച്ചിയുടെ അടുത്തും അല്ലേ പറയാന്ന്. അങ്ങനെ ഉണ്ടമ്മ? അങ്ങനെ തോന്നുന്നുണ്ടാവും. നമ്മളില്ലേ അടുക്കളക്കാരി ആയാലും പൊതുകാരി ആയാലും വീട്ടുകാരി ആയാലും എല്ലാ കാര്യവും നമ്മളില്ലേ എല്ലാം ഉള്ളു തുറന്ന് നമ്മുടെ ഭർത്താക്കന്മാരോട് പറയാൻ നമുക്ക് കഴിയണം. ആ കഴിയുമ്പോഴാണ് ആ ബന്ധത്തിനൊരു എങ്ങനെ പറയാ, എന്തമ്മ പറയാ, കെട്ടുറപ്പോ, കെട്ടുറപ്പ് അല്ലേ? അമ്മ എന്താ പറയാത്തത്? കെട്ടുറപ്പ് ഉണ്ടാവുള്ളൂ. നാത്തുമാരോ അമ്മായിയമ്മേ മൂത്തശ്ശികളോ ഒന്നും ആരും ഒന്നും പറഞ്ഞില്ലാണ്ട് നിങ്ങൾ അച്ഛനടുത്തപ്പോ ഒന്നും പറഞ്ഞിരുന്നില്ല? എന്താ പറയുന്നത്, മിണ്ടിയിരുന്നില്ലേ? അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അനിയേട്ടൻ അപ്പൊ പ്രതികരിക്കട്ടോ. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ആരെ പറയുന്നതെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പിന്നെ എന്താ അവരവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അവരവരുടെ അടുത്തല്ലാതെ കണ്ടവരോട് പോയി പറയാൻ പറ്റുമോ? ആൾക്കാരൊക്കെ ഉള്ളവർക്ക് വരണം, അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പഠിക്കാനും അറിയുകയൊക്കെ ചെയ്യുള്ളൂ. ഇതിപ്പോ ആരും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അമ്മായിമ്മ പോരും അവര് പോരും ഉണ്ടായില്ല. കള്ളു കുടിച്ച് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാണ്ട് ആരും ഒന്നിനും പോര് കാട്ടാനും നല്ലത് പറയാനും ആകാത്ത പറയാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളില്ലേ ഞങ്ങളെ പോരൂത്താന്, ഇപ്പൊ ഞങ്ങളില്ലേ ഞങ്ങളെ പോരൂത്താന് കണ്ടോ? ചായ വെച്ച് തരണീട്ട് രണ്ട് മരുമക്കളും, ഒരാൾ ഫോൺ നോക്കിയിരിക്കണു, ഒരാൾ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിക്കണു. ലേട്ടാ ഇതിൽ കൂടുതൽ എന്താ വേണ്ട? അമ്മ മറുപടി കേട്ടിട്ടില്ല. ചായയൊക്കെ വെക്കും, 5 മണിയാവും. നമ്മള് എന്താ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീട്ടില് നമ്മളെങ്ങനെയാണോ, സുകന്യക്ക് വട വേണോ പഴംപൊരി വേണോ? ഞാൻ എന്റെ വീട്ടിൽ ചായ ആദ്യം അത് കയ്യിലാക്കി. ഞാൻ എന്റെ വീട്ടിലാവുമ്പോ ചായക്കടിയാണതേ, ചായക്ക് കടിക്കാനുള്ള കടിയാ സുകന്യത്. ചായയുടെ കൂടെ എന്താ വിരല് കടിച്ചോ? എന്റെ വീട്ടിലാവുമ്പോഴല്ലേ, ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ 5 പേരും അറിയാത്ത ഒരു കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 5 പേർക്കും എല്ലാ കാര്യവും അറിയായിരുന്നു. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഒളിച്ചും പൂത്തി, നമുക്കത് മനസ്സിൽ നിൽക്കില്ല, എനിക്കത് ആരോടെങ്കിലും പറയണം. ഇപ്പൊ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയത്, ഈ താഴത്തെ കടക്കാരൻ എപ്പോഴും പറയത്രേ, അവൾക്ക് ഒളിച്ചും പൂത്തി വെക്കാനേ അറിയില്ല, ഒരു കള്ളത്തരം അറിയില്ല പറയത്രേ. എനിക്ക് അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ വെച്ചാൽ എനിക്ക് സമാധാനക്കേടാണ് കേട്ടോ. അപ്പൊ എനിക്കത് പറയണം. ഞാനത് അനിയന്റെ അടുത്തും പറയും, അമ്മയുടെ അടുത്തും പറയും, ഇവിടെ ഉള്ളവരോടൊക്കെ പറയും. പക്ഷെ സുകന്യ അങ്ങനെയല്ല, സുകന്യ മനസ്സിൽ വെക്കും. സുകന്യ പറയേണ്ട കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ പറയരുത് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ വരിയില്ല, എനിക്കത് പറയുന്നേ വേണല്ലേ ഏട്ടാ. ആൾക്കെന്താ അവളുടെ കെട്ടിയല്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം കേട്ടോ. ഏട്ടൻ അതിനെക്കാട്ടിലാണ്. ഏട്ടനൊരു കാര്യം അറിഞ്ഞു വെച്ചാലേ ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. ചേട്ടന്റെ ചെവിയിലൊരു കാര്യം അറിഞ്ഞ ചേട്ടൻ വീട്ടിലും കൂടി അറിയില്ല. അങ്ങനത്തെ ആളാണ്. അത് പറയേണ്ട കാര്യങ്ങളല്ലേ പറയേണ്ടല്ലോ. എന്ത് കാര്യമാണോ? ഞാൻ അങ്ങനെയല്ലേ, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് വൈകുന്നേരമായ ഏട്ട അങ്ങനെ ഉണ്ടായിത്ര കേട്ടോ, ഇങ്ങനെ എത്ര സംഭവം പറയും. പക്ഷെ ഏട്ട ഇതിന്റെ മുമ്പേ അറിഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ കാര്യങ്ങളേ. എന്നിട്ട് അപ്പൊ ഏട്ടൻ പറയും, വെറുതെ നിന്നെ അടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ്. ആരാണ് നല്ലത്? അങ്ങനെ ചെയ്യാൻ പാടുവോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. മഴ ഞങ്ങള് പകുതി വഴിക്ക് മഴ പെയ്തിട്ട് പൂ പറിക്കാൻ പോയിട്ട് പൂരി മാറിയിട്ടോ, ഓടിയിട്ട് ശ്വാസം കിട്ടാതെ
പൊന്നിന്റെ ഒക്കത്തും ഏട്ടൻ പോണേ കാരണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇട്ടിട്ട് ഓടിയോട് വന്നൊക്കെയാ. ഈ ഭാഗത്തൊന്നും നമ്മുടെ മഴ നനയില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർപ്പായുള്ളതും കൊണ്ട്. അപ്പോഴേ ഇവിടെ വിശേഷം നിർത്തുകയാണേ. നല്ല കണ്ട പെരും മഴ, പറഞ്ഞ പെരും മഴ. അപ്പോൾ നാളെ കാണാം.